മൃദുലാദേവി, താങ്കൾ പറഞ്ഞു വെച്ചത് അധികാരത്തിന്റെ സ്വരമാണ്, അഹന്തയുടെ സ്വരമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ്. അതിന്റെ കാരണം രാമകൃഷ്ണന്റെ പേരിന്റെ അറ്റത്ത് നമ്പൂതിരി എന്നോ അയ്യങ്കാരെന്നോ അയ്യരെന്നോ പട്ടരെന്നോ നായരെന്നോ ഉണ്ടായിരുന്നെങ്കിൽ അവര് ഇമ്മാതിരി അല്ലെങ്കിൽ വലിയ പ്രബലതയുള്ള തറവാട്ട് പേരുകൾ ഉണ്ടായിരുന്നെങ്കിൽ, ഇതൊക്കെ ഉള്ള സമൂഹങ്ങൾ ആരാണെന്ന് അറിയാമല്ലോ. ഇന്ത്യയിലെ ജാതി പ്രബല സമൂഹങ്ങൾക്കാണ് ഉള്ളത്. അങ്ങനെ ഒരു പേരുണ്ടായിരുന്നെങ്കിൽ അവരുടെ മുട്ട് പറച്ചാനെ രാമകൃഷ്ണനെ ഇങ്ങനെ വന്ന് പറയാനായിട്ട്. ഇവർക്ക് ഇവിടെ വന്നു നിന്ന് എത്ര അക്കാഡമിക് സമൂഹങ്ങളായിട്ട് ഇന്ത്യയിലെ ദലിത്, ആദിവാസി, അതീവ പിന്നോക്ക സമൂഹങ്ങൾ വികസിച്ചാലും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഒന്നും സംഭവിക്കില്ല. അവർക്ക് നല്ല ധൈര്യമാണ് അതങ്ങനെ പറയാൻ. എന്നാലും ഒരു ഒട്ടും പണമില്ലാത്തതാണെങ്കിലും വീട്ടിലെ ആണെങ്കിലും കുറച്ച് ഇവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സോക്കോൾഡ് ജാതി സമൂഹമായിരുന്നെങ്കിൽ ഇവരിങ്ങനെ പറയില്ലായിരുന്നു. കാര്യം ചോദിക്കാൻ ഒരു യോഗക്ഷേമ സഭയോ ചോദിക്കാൻ ഒരു NSS ചോദിക്കാൻ ആരും വരികയില്ല എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് അവരത് പറഞ്ഞത്. കാരണം അതിനെ സപ്പോർട്ടിങ് സംവിധാനങ്ങൾ നന്നായിട്ട് ഇവിടെ ഉണ്ട്. ഈ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാല് എത്രത്തോളം നിരന്തരമായിട്ട് അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ അധികാര സമൂഹങ്ങളുടെ ഇടയിൽ നിന്ന്. വളരെ കുറഞ്ഞ കാലങ്ങൾക്ക് മുമ്പാണ് രാമകൃഷ്ണൻ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിൽ നിന്ന് കരകയറി വരുന്നതേ ഉള്ളൂ. എത്ര പേർ ചേർന്ന് താങ്ങിയാണ് അദ്ദേഹത്തെ അവരുടെ വീട്ടിൽ സംഭവിച്ച ട്രാജഡി. ഇതൊന്നും അവർക്ക് നോക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ആ അധികാരമാണ്. ആ അധികാരം എന്ന് പറയുന്നത് അവരുടെ ജാതിയിൽ നിന്ന് കിട്ടുന്ന അധികാരമാണ്. അല്ലാതെ അവർ പഠിച്ച് വിദ്യാഭ്യാസം കൊണ്ട് പഠിച്ച് സാംസ്കാരികതയും വിദ്യാഭ്യാസത്തോടൊപ്പം സാംസ്കാരികത എന്ന് പറയുന്നത് ജൈവികമായിട്ട് കിട്ടേണ്ടതാണ്. തലമുറകൾ വഴി ആർജിക്കേണ്ടതാണ്. തലമുറകൾ വഴി അവരത് ആർജിച്ചിട്ടില്ല. തലമുറകൾ വഴി കിട്ടിയ ജാതി താൻപോരിമത്വം തലമുറയിൽ നിന്ന് പകർന്നു കിട്ടിയത് അത് വന്ന് വൊമിറ്റ് ചെയ്തിടുവാനായിട്ട് അവർക്ക് ധൈര്യം കിട്ടിയത്. ഇത് ഒന്നും ആരും കൂടി ഇപ്പോൾ ഒരു ചാനൽ ചർച്ചയ്ക്ക് അപ്പുറമല്ലാതെ യാതൊന്നും ഇവിടെ നടക്കത്തില്ല. അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകില്ല. അഥവാ നിയമ നടപടി ഉണ്ടെങ്കിൽ അത് ജയിച്ചു വെച്ച് കളയാനുള്ള സംവിധാനമുണ്ട്. കാരണം അവരവരുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ എനിക്ക് കലാമണ്ഡലം സത്യഭാമയുടെ പേര് ഞങ്ങൾക്ക് ആർക്കും ഇപ്പം എല്ലാവരും പേര് വിളിച്ചു പറയുന്നുണ്ട്. അത് പറയാനായിട്ട് യാതൊരു മടിയുമില്ല. കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീയുടെ വർഗീയ ജാതീയ വെറിയാണ്. കാരണം മോഹിനിയാട്ടം എന്ന കലാരൂപം ഇത് ചെയ്യേണ്ട ചില ജാതി സമൂഹങ്ങളുണ്ട്. ഇത് എന്തിനാണ് ഒരു അവരുടെ കൺസെപ്റ്റിൽ ഒരു കീഴൊതുക്കപ്പെട്ട ജാതിയിൽപ്പെട്ട ഒരുത്തൻ ഇത് ചെയ്യേണ്ട കാര്യമില്ല. നിനക്ക് വേറെ പണിയുണ്ട്. ഇവിടെ ഓടകൾ കഴുകാം, കക്കൂസ് കഴുകാം, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. അത് നീ ചെയ്തുകൊണ്ട് നീ എന്തിന് ഈ സവർണ സാംസ്കാരിക തിരുമുറ്റത്തിൽ വന്നിരുന്നു എന്ന് തന്നെയാണ് അവർ പച്ചയ്ക്ക് ചോദിച്ചത്. ഇതിന് നിയമ നടപടി സ്വാഭാവികമായിട്ട് എടുക്കേണ്ടതാണ്. കാരണം പ്രൊട്ടക്റ്റീവ് സമൂഹങ്ങളായിട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേക സവിശേഷ പരിഗണനയോടെ നോക്കേണ്ടതാണ്. ഭൂരഹിതരായ സമൂഹങ്ങളാണ്, സ്റ്റേറ്റിന്റെ സ്വത്തിൽ അവകാശമില്ലാത്ത സമൂഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവിക കേസ് അവിടെ നിന്നുണ്ടാകേണ്ടതാണ്. ശരി, നന്ദി ശ്രീമതി മൃദുലാദേവി. വളരെ രൂക്ഷമായ ഭാഷയിലാണ് മൃദുലാദേവി പ്രതികരിച്ചത്. മന്ത്രി ആർ ബിന്ദു പൂർണ്ണ പിന്തുണ